നമ്മളിന്ന് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സത്താർ ആൾക്കാരൻ എല്ലാ വർഷവും നടത്തി വരുന്ന ഫോറസ്റ്റിഫിക്കേഷൻ്റെ പരിപാടിയായിട്ട് നമ്മളിന്ന് 14 മരണപ്പെട്ടു പോയ ദമ്പതിമാരുടെ പേരിൽ ഇവിടെ വൃക്ഷത്തൈ നടുകയാണ്. അതിൻ്റെ ഔപചാരികമായ ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന നമ്മുടെ ഉദ്ഘാടകനായിട്ട് എത്തിയിട്ടുള്ളത് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കമാൽ കാട്ടകത്താണ്. അതുപോലെ പുളിക്കൽ അബ്ദുൽ ഖാദർ കുഞ്ഞുമോൻ, അതുപോലെ സത്താറിൻ്റെ ഉമ്മ ജമീൽത്ത, അതുപോലെ നമ്മുടെ സുഹൃത്ത് MK മോഹനൻ, വിനോദാചാരി, പിന്നെ ഒരു കർഷകനായിട്ടുള്ള നാടിനെ സ്നേഹിക്കുന്ന പ്രകൃതിയെ സ്നേഹിക്കുന്ന രാജു കുണ്ടൂർ, ചീനിക്കാപ്പുറത്ത് ഗഫൂർക്ക, വ്യാപാരി വ്യവസായിയുടെ യൂത്ത് പ്രസിഡന്റ് അഷ്വാഖ്, അതുപോലെ പത്രാധിപരും സത്താറിൻ്റെ അടുത്ത സുഹൃത്തുമായിട്ടുള്ള AV പ്രകാശൻ, സക്കീർ കോൾപ്പറമ്പിൽ, നമ്മുടെ സുഹൃത്ത് ആച്ചു, പിന്നെ ഇവിടുത്തെ മെയിൻ ആൾ രാജൻ, എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിക്കുന്നു. ഉദ്ഘാടനം ചെയ്യാനായിട്ട് കമാൽ സാഹിബിനെ ക്ഷണിച്ചോളൂ. ലോക പരിസ്ഥിതി ദിനമായിട്ട് രാജ്യമെങ്ങും ആഘോഷിക്കുന്ന ഒരു വേളയിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. ഇതിനു മുമ്പും ഞാനിവിടെ ഒരു പരിപാടിക്ക് വന്നിട്ടുണ്ട്. എൻ്റെ സുഹൃത്ത് സത്താർ ആലുവക്കാരൻ്റെ ഉടമസ്ഥതയിൽ ഈ പ്രദേശം വന്നതിന് ശേഷം അദ്ദേഹം എല്ലാ കൊല്ലവും ഈ വനവൽക്കരണ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാറുണ്ട്. ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഞാനിപ്പോൾ ഇതിൽ പങ്കെടുക്കുന്നത്. ഇന്ന് നമ്മുടെ രാജ്യത്തൊട്ടാകെ എല്ലാ സ്ഥാപനങ്ങളും സ്കൂളുകൾ ഇതെല്ലാം ഇന്ന് ഈ പരിസ്ഥിതി ദിനം ആചരിച്ച് ചെടികൾ അല്ലെങ്കിൽ വൃക്ഷത്തൈകൾ നടുന്ന ഒരു പ്രക്രിയ നടന്നുണ്ട്. ഒരുപാട് കൊല്ലങ്ങളായി നമ്മൾ ഈ പ്രക്രിയ അങ്ങനെ ആരംഭിച്ചിട്ട്, പക്ഷേ ഇക്കൊല്ലം നമ്മൾ നടുന്ന ഈ വൃക്ഷത്തൈകൾ ഇവിടെയല്ല കേട്ടോ, നമ്മൾ പൊതുവിദ്യാലയങ്ങളിൽ മറ്റ് സ്ഥലങ്ങളിൽ ഒക്കെ ഇത് നടന്നുണ്ട്. പക്ഷേ അതൊക്കെ പരിപാലിക്കുന്നുണ്ടോ എന്ന് ആരും നോക്കാറില്ല. എത്രയോ കോടാനക്കോടി രൂപയാണ് ഗവൺമെൻറ് ഈ ഒരു പരിസ്ഥിതി ദിനത്തിൽ ചിലവാക്കുന്നതെന്ന് നമ്മൾ ഊഹിക്കണം. അത്രയും പണം നാടിന് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിനൊരു പരിപാലനമില്ല. അതാണ് നമുക്ക് ഈ പരിസ്ഥിതി ദിനത്തിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇത് നടും, നമ്മൾ പോവും, പിറ്റേ ദിവസം വഴിയോരങ്ങളിലാണെങ്കിൽ പശു മൃഗങ്ങൾ മറ്റ് ഇതൊക്കെ തിന്ന് പോവും. അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒട്ടേറെ സംഭവങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. ലോകം നിലനിൽക്കുന്നത് തന്നെ ഈ പരിസ്ഥിതി പരിപാലനം കൊണ്ടാണ്. അതോടൊപ്പം തന്നെ ഇത് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതിന് മറ്റൊരു വശം കൂടിയുണ്ട്. നമ്മുടെ നിത്യോപയോഗ ദിനത്തിൽ ദൈനംദിന ദിനങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉപകരണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകൾ ഇല്ലായ്മ ചെയ്യുന്നതിനും ഒരു പരിധി വരെ ഇത് സഹായിക്കും. കാരണം മരം നട്ടുകൊണ്ട് ചിലപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയണമെന്നില്ല. പക്ഷേ കഴിയുന്നതും പ്ലാസ്റ്റിക് നിരോധനം കൊണ്ടുവന്ന്
പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് ഇത്തരം പരിപാടികൾ എല്ലാവരും നടത്തണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇന്നിപ്പോൾ ഇവിടെ ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. മരണപ്പെട്ടു പോയ നമ്മുടെ പ്രദേശത്തെ ഒട്ടേറെ മഹൽ വ്യക്തികളുടെ പേരിലാണ് ഇന്ന് ഈ ഓരോ മരങ്ങളും നടുന്നത്. അത് നേരത്തെ ഒരു സജഷൻ കുഞ്ഞോൻ പറഞ്ഞത്, അവർക്ക് അവരുടെ കാരണന്മാരുടെ പേരിൽ നടുന്ന വൃക്ഷത്തൈ പരിപാലിക്കേണ്ട ചുമതല ഓരോരുത്തരും ഏറ്റെടുത്താൽ ചിലപ്പോൾ, എന്നിട്ട് അതിനൊരു പ്രത്യേക നെയിം ബോർഡൊക്കെ വെച്ച് ഇത് എല്ലാ കൊല്ലവും അവർക്ക് വന്ന് ഇത് പരിരക്ഷിക്കാനുള്ള ഒരു സംവിധാനം ചെയ്താൽ ഇത് കുറേ കൂടി ഫലപ്രദമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ തരത്തിൽ സത്താറിൻ്റെ ഒരു ഉദ്യമം ചിലർ വിചാരിക്കും എനിക്ക് ഭ്രാന്താണ് എന്നുള്ളൊരു സംസാരമൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ പ്രകൃതിയോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് ആവശ്യമായ ഒരു വനവൽക്കരണം അദ്ദേഹത്തിൻ്റെ ആശയത്തിൽ ഉൾക്കൊണ്ട് കുറേ കാലങ്ങളായി അദ്ദേഹം നടത്തുന്നു. ഇനി ഇത് തുടരാനാണ് താല്പര്യം. ഞാൻ ഇപ്പോൾ വള്ളിവട്ട സ്കൂളിൻ്റെ ഒരു ശതാബ്ദി ആഘോഷത്തിൻ്റെ പരിപാടി ഒരു സ്മരണിക ഇറക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു പരസ്യം ചോദിച്ചിരുന്നു. അപ്പോൾ പരസ്യം തന്നു, പക്ഷെ പേര് പറയേണ്ടതെന്ന് പറഞ്ഞു. പേരും ഇതൊന്നും പറയണ്ട, ഈ ഒരു ബോർഡ് മാത്രം ആയിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പേരിനല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രശസ്തിക്ക് വേണ്ടിയിട്ടല്ല, നാടിനോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ്, ഒരു താല്പര്യം ഈ പ്രവൃത്തിയിലൂടെ അദ്ദേഹം നമുക്ക് കാണിച്ചു തരുന്നു. അദ്ദേഹത്തിന് തുടർന്നും ഇങ്ങനെയുള്ള സൽപ്രവൃത്തികൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വനവൽക്കരണ പരിപാടി ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. നന്ദി. ഇതിനെപ്പറ്റി രണ്ടു വാക്ക് സംസാരിക്കാനായിട്ട് MK മോഹനെ ക്ഷണിക്കുന്നു. വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് സത്താർ കുറേ വർഷങ്ങളായിട്ട് പ്രകൃതിയുമായി ഇണങ്ങി ജീവിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് മാതൃക സൃഷ്ടിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, തൻ്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമായിക്കൊണ്ട് അത് നിരന്തരം കൂടുതൽ സ്ഥലങ്ങളിലേക്കും കൂടുതൽ മനസ്സുകളിലേക്കും അതിൻ്റെ ആശയം പ്രചരിപ്പിച്ചുകൊണ്ടാണ് സത്താറിൻ്റെ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നത്. അത് മറ്റുള്ളവർക്ക് ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഇവിടെ സമാൽക്ക് സംസാരിച്ചതുപോലെ ഇതിൻ്റെ പരിപാലന രംഗത്താണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്. അത്തരത്തിൽ പരിപാലനത്തിൻ്റെ ആവശ്യമായ മനസ്സൊരുക്കിക്കൊണ്ട് നമ്മളും കൂടുതൽ കരുതലോടുകൂടി നാം ജീവിക്കുന്ന ഭൂമിയെയും ഈ പ്രകൃതിയെയും മനുഷ്യവർഗത്തെയും ജന്തു സസ്യ ജീവജാലങ്ങളെ സംരക്ഷിക്കുന്നതിന് മനുഷ്യനെന്ന വിവേചന ബുദ്ധിയുള്ള മനുഷ്യന് മാത്രമേ കഴിയൂ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഇപ്പോൾ ഇവിടെ ഇല്ലാതെ തന്നെ മറ്റൊരു രാജ്യത്തിരുന്നു കൊണ്ടാണ് ഈ കാര്യങ്ങൾ മുഴുവൻ ഇന്ന് കൈകാര്യം ചെയ്തു പോകുന്നത്. തീർച്ചയായിട്ടും വളരെ മാതൃകാപരമാണ്. ഇപ്പോൾ അവിടെ പറഞ്ഞതുപോലെ ഇപ്പം എൻ്റെ പിതാവിനെ പോലും സ്മരിക്കാൻ കഴിയാവുന്ന അവസരം ഉണ്ടാക്കി തരുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് അഭിമാനകരമാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ആ ഓർമ്മകളിലേക്ക് ഒന്ന് വീണ്ടു പോകാനും പ്രകൃതിയുമായി കൂടുതൽ ഇണങ്ങി ജീവിക്കാനും കഴിയാവുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മളെ നയിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യവും ലോകവുമൊക്കെ ഈ പ്ലാസ്റ്റിക്കിന് വിധേയപ്പെട്ട് വലിയ രീതിയിലുള്ള മലിനീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ഭാഗമായി ഒത്തുകൂടുന്നത്. ഇപ്പോൾ ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശം പ്ലാസ്റ്റിക് മലിനീകരണം തടയുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നാം ഇവിടെ നടുന്ന അല്ലെങ്കിൽ പരിപാലിക്കുന്ന നാളെയും ചെയ്യേണ്ടിയിരുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കിനെതിരെ യുദ്ധം എന്ന് പറയുന്നത് നമുക്ക് പുതിയ സസ്യങ്ങളെയും വൃക്ഷങ്ങളെയും ഒക്കെ പരിപാലിച്ചുകൊണ്ട് ഈ പ്രകൃതിയെ ശുദ്ധമാക്കുക, നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കുക, അങ്ങനെ ആരോഗ്യവും അതുപോലെ തന്നെ നാടും ഒക്കെ വൃത്തിയുള്ള മനസ്സിൻ്റെയും കൂടി ഉടമകളായി മാറാൻ കഴിയാവുന്ന കാര്യത്തിലാണ് നമ്മൾ ഊന്നി നിൽക്കേണ്ടത്. അതിനുവേണ്ടി ഒരു അവസരം സത്താറിനെ പോലെയുള്ള ആളുകൾ ഒരുക്കി തരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്, അഭിമാനകരമാണ്. എല്ലാ നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള എല്ലാവരുടെ പേരിൽ ഞാനും സമർപ്പിച്ചുകൊണ്ട് എന്നെ ഇതിന് ക്ഷണിച്ച സത്താറിനും സത്താറിൻ്റെ കുടുംബങ്ങൾക്കും മോഹൻദാസ് ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കൾക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. എല്ലാവർക്കും നമസ്കാരം. സത്താർ ഇപ്പോൾ ഇവിടെ തുടങ്ങി വെച്ചിട്ടുള്ള ഈ ശ്രമം ഇത് വളരെ മഹത്തായൊരു കാര്യമാണ്. ഒരു വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ളത്. ഞാൻ 2 മാസം മുമ്പ് ദുബായിൽ പോയപ്പോൾ സത്താറായിട്ട് ദീർഘനേരം സംസാരിക്കുകയുണ്ടായി. നേരിട്ട് കാണാൻ എല്ലാ സൗകര്യം കൊണ്ട് സാധിച്ചില്ല.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ശ്രമങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒരു മാതൃകയാക്കിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ തീർച്ചയായിട്ടും ആശിച്ചു പോകും. കാരണം മരങ്ങൾ വയ്ക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം, അതുപോലെ തന്നെ മരങ്ങൾ വെട്ടാതിരിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു മരം എത്രയോ വർഷങ്ങൾ കൊണ്ടാണ് ഇത്ര വലിയൊരു മരമാവുന്നത്. നിഷ്കരണം വെട്ടിക്കളയുക ആളുകൾ പലരും ചെയ്യുന്നതാണ്. പണ്ടൊക്കെ നമ്മൾ ഒരു മരം മുറിക്കുമ്പോൾ, ഇപ്പോൾ ഒരു വീട് പണിയുമ്പോൾ, ഇപ്പോൾ വിനോദാചാരിക്കൊക്കെ അറിയായിരിക്കും, അതിൻ്റെ പ്രധാനപ്പെട്ട ആൾ, ഇത് കർമ്മം ചെയ്യുന്ന ആൾ, ഒരു പ്രാർത്ഥനയുണ്ട്. വീട് പണിയാനായിട്ട് കല്ലിടുമ്പോൾ ഒരു പ്രാർത്ഥനയുണ്ട്. അതിങ്ങനെയാണ്, ഈ ഇവിടെ ഒരു മനുഷ്യഗൃഹം പണിയുന്നതിന് വേണ്ടി അങ്ങകലെ ഏതോ ഒരു മലയിൽ അല്ലെങ്കിൽ ഒരു കാനനത്തിൽ മരങ്ങൾ മുറിക്കപ്പെടുമ്പോൾ കൂടുകൾ നഷ്ടപ്പെടുന്ന പറവകളെ ഞങ്ങളോട് ക്ഷമിക്കണം. മുഖം വികൃതമാക്കപ്പെടുന്ന പ്രകൃതി ദേവി ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് അവരോടൊക്കെ ക്ഷമ ചോദിച്ചുകൊണ്ടാണ്. അവിടെ കൂടുകളൊക്കെ നഷ്ടപ്പെടുന്ന പറവകളുണ്ടാവും. അവരോടൊക്കെ ക്ഷമ ചോദിച്ചുകൊണ്ടാണ് ഒരു മരം മുറിക്കുക. അത്രയും വളരെ അത് അത്രയും അവർക്ക് മരം മുറിക്കാൻ ഇഷ്ടമില്ല. പക്ഷെ ഒരു വീട് പണിയുന്നതിന് വേണ്ടി ഇങ്ങനെ മുറിക്കേണ്ടി വന്നപ്പോൾ അവർക്ക് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതിനുള്ള ക്ഷമ ചോദിച്ചുകൊണ്ട് വേണം ഇതൊക്കെ ചെയ്യാമെന്ന് പണ്ട് നമ്മൾ ഒരു തലമുറയ്ക്ക് മുമ്പ്, അതായത് 19 കൊല്ലം മുമ്പ് ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ജനങ്ങളതിനെ കരുതിയിരുന്നത്. ഇപ്പോൾ അതൊക്കെ നിഷ്കരണം വെട്ടിക്കളയാണ് ആൾക്കാർ, മരങ്ങളൊക്കെ വെറുതെ വെട്ടിക്കളയുക. ഞാൻ എൻ്റെ മോള് യൂണിവേഴ്സൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ ഇതേപോലെ തന്നെ ഒരു ചെടി, ഒരു തൈ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു നോനി തൈ കൊടുത്തയച്ചിട്ടുണ്ടായി യൂണിവേഴ്സൽ എഞ്ചിനീയറിംഗ് കോളേജിൽ. പിന്നീട് ഞാൻ കുറേ വർഷം കഴിഞ്ഞ് ഇന്നാളെ അവിടെ ചെന്നപ്പോൾ പ്രൊഫസർ പറഞ്ഞത് മോള് കൊണ്ടുവച്ച മരമാണെന്ന്, വലിയൊരു മരമായിട്ട് മാറിയിട്ടുണ്ട്. അവിടെ കാണുമ്പോൾ എനിക്കുണ്ടായ വികാരം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പം എൻ്റെ മോളന്ന് ഇങ്ങനെ കൊണ്ടുപോയി ഇത്രയുള്ളൊരു തൈയാണ് ഇപ്പോൾ വലിയ മരമായിട്ട് യൂണിവേഴ്സൽ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ മുമ്പിൽ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നും. അപ്പോൾ അങ്ങനെ എല്ലാവരും ഇപ്പോൾ ഇതുപോലുള്ള പരിസ്ഥിതി ദിനത്തിലൊക്കെ എല്ലാവരും വയ്ക്കുന്ന മരങ്ങൾ നമ്മളിപ്പോൾ സംരക്ഷിക്കപ്പെടുകയാണെങ്കിൽ, ഇപ്പോൾ ഇദ്ദേഹം ചെയ്തിരിക്കുന്ന വലിയൊരു കാര്യമാണ്. ഈ നാട്ടിലെ മൺമറഞ്ഞുപോയ ആളുകളുടെ പേരിൽ ഒരു മരം വയ്ക്കുക, പിന്നെ അത് സംരക്ഷിക്കുക എന്നുള്ളതൊക്കെ വലിയ കാര്യമാണ്. അപ്പോൾ അവരുടെ പേരിൽ അത് അറിയപ്പെടും, ഒരു മരങ്ങൾ. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രയത്നത്തിന് ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരെയാണ്. തീർച്ചയായിട്ടും ഈ മരങ്ങളൊക്കെ വളർന്ന് വലുതായി ഇവിടെ നല്ലൊരു വൃക്ഷ കൂട്ടമായിട്ട് ഇതെല്ലാം വളരട്ടെ. എല്ലാവർക്കും, പക്ഷികൾക്കും മൃഗാദികൾക്കൊക്കെ ഒരു സംരക്ഷണം നൽകുന്ന, നമുക്ക് ഇവിടെ തന്നെ ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയോടെ കിട്ടുന്ന, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇവിടെ ഇരിക്കുമ്പോൾ കണ്ട ഒരു പോസിറ്റീവ് എനർജി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് ആ മരങ്ങളുടെ പ്രത്യേകത. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഓക്സിജൻ തള്ളിക്കൊണ്ടിരിക്കുന്നത് ഈ മുളയാണ്. അത് ഓക്സിജൻ തള്ളിക്കൊണ്ടിരിക്കും. ആ മുളയൊക്കെ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് കൂടുതൽ ഓക്സിജൻ. അതുപോലെ തന്നെ ആൽമരങ്ങളും അതൊക്കെയാണ് ഓക്സിജൻ തള്ളിക്കൊണ്ടിരിക്കുന്ന വൃക്ഷങ്ങൾ. അതൊക്കെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മളെല്ലാവരും നമ്മളത് ഇനിയുള്ള അദ്ദേഹത്തിന് കൂടുതലായിട്ട് പ്രോത്സാഹനം നൽകിക്കൊണ്ട് ഇത്തരം സംരംഭങ്ങൾ ഇനി ഉണ്ടാവട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. പ്രകൃതി ദിനത്തോടനുബന്ധിച്ച് ഇന്നിവിടെ ഒത്തുചേർന്ന എല്ലാവരും ഓരോ ഉദ്ദേശശുദ്ധിയോടെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പം ഇന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടി, അവരാത്മാവിന് വേണ്ടി സമർപ്പിക്കുവാൻ വേണ്ടിയുള്ള വൃക്ഷത്തൈകൾ നമ്മൾക്കിടയിലുണ്ട്. ഓരോ വൃക്ഷത്തൈകളെ, ഓരോ ഇലകളും സുബ്ഹാനല്ലാഹ് എന്ന് പറയും, ഞങ്ങളുടെ മതത്തിൽ പറയും. അപ്പോൾ ഓരോ വൃക്ഷത്തിൻ്റെ ആ കടമ, ആ പ്രകൃതിയോടുള്ള കടമയാണ് അത് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ മനുഷ്യൻ്റെ എത്രത്തോളം മനുഷ്യൻ പ്രകൃതിയായിട്ട് ഇണങ്ങിച്ചേരണം എന്നുള്ളതിനാണ് ആ സൂചന നൽകുന്നത്. അപ്പോൾ ഓരോ പ്രതിക്കൾ, അതായത് മരണപ്പെട്ടവരുടെ പേരിൽ വയ്ക്കുമ്പോൾ അവരുടെ മക്കളോ കുടുംബങ്ങളോ അത് പരിപാലിക്കും എന്നുള്ള ഒരാശയം നല്ലതാണ്. അത് നമ്മളെ ചുറ്റുപാടുകളിൽ അത് കൂടുതൽ ഇൻവോൾവ് ആവണം. അത് കൂടുതൽ വ്യാപിപ്പിക്കാൻ സത്താർക്കാട് ഈ സംരംഭത്തിന് കഴിയട്ടെ. അതിന് എന്നെ കൊണ്ടാവുന്നതും എൻ്റെ ചുറ്റുപാടിലുള്ള എൻ്റെ സഹോദരങ്ങളെ കൊണ്ടാവുന്ന സഹായ സഹകരണങ്ങൾ അതിലുണ്ടാവും. എല്ലാവരും അത്തരം കാര്യങ്ങളിൽ ഇപ്പം ഇവിടുന്ന് ഈ പരിപാടി കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മൾ അത്തരം കാര്യങ്ങളിൽ പ്രവർത്തിക്കണമെന്നൊരു അറിയിപ്പും കൂടിയാണ് ഞാൻ ഇതിൽ ഉദ്ദേശിക്കുന്നത്. കൂടാതെ ഞാനൊരു തേനീച്ച കർഷകനാണ്. തുടർച്ചയായി പ്രകൃതിയായിട്ട് കൂടുതൽ ഇടപെട്ട് ഇപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഓടി നടന്ന് നോക്കുകയായിരുന്നു. എനിക്ക് എൻ്റെ തേനീച്ച വയ്ക്കാവുന്ന വൃക്ഷങ്ങൾ ഇതിലുണ്ടോ എന്നുള്ളത് നോക്കുകയായിരുന്നു. കൂടുതൽ ഞാനത് കാണപ്പെട്ടില്ല. കാരണം എന്ന് വെച്ചാൽ പല വൃക്ഷങ്ങൾ കുറവാണ്. പൂക്കൾ അതിനെക്കാട്ടി കൂടുതലും ഇലകളാണ് കൂടുതലിവിടെ കാണുന്നത്.
അപ്പോൾ അതിലേക്കുള്ളൊരു സാധ്യത ഇതിൽ കുറവാണ്. എന്നിരുന്നാലും ചെറിയ ഈച്ചകൾ വളരാനുള്ള സാധ്യത ഇവിടെ കൂടുതലാണ്. അവർക്ക് പരാഗണം നടത്തുവാനുള്ള വൃക്ഷങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു പെട്ടി ഞാനിവിടെ സംഘടിപ്പിച്ച് കൊണ്ടുവയ്ക്കാൻ അദ്ദേഹത്തിനൊരു അനുമതി തരുമെന്ന് അറിയില്ല. ഞാനപ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്. ഇവിടെ ഞാൻ അത്തരത്തിലുള്ള പെട്ടികൾ വെക്കാം, അതും ഇതിനൊരു ഭംഗി നൽകും. ആ ഈച്ചകൾ ഇവിടെ പാറിപ്പറന്ന് നടക്കുമ്പോൾ ഒരു കൂടുതൽ ഭംഗി ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കൂടാതെ ഈ സംരംഭത്തിനും ഇതിന് കൂട്ടായി ചേർന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു. കൂടാതെ എല്ലാവരെയും പ്രശംസിക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട കമാൽക്ക, മോഹൻചേട്ടൻ, കുഞ്ഞനക്ക, മറ്റുള്ള വിശിഷ്ട അതിഥികളെ, സത്താർക്കട ഉമ്മ, കുറേ കാലങ്ങളായിട്ട് സത്താർക്കട പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാന്ന് വെച്ചാൽ പരിചയമുണ്ട്, നേരിട്ട് വിളിക്കാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഈ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടൊരു, കഴിഞ്ഞ ദിവസമെല്ലാം ഇടയ്ക്ക് പല കാര്യങ്ങളും ഇതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അപ്പോഴൊക്കെ പറയാറുള്ളത് ഈ പ്രൊജക്റ്റ് നന്നാക്കി കൊണ്ടുപോകണം, ഫോറസ്റ്റിഫിക്കേഷൻ എന്നുള്ളൊരു പദ്ധതി കൂടുതൽ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളൊരു കൺസെപ്റ്റാണ് സത്താർക്ക് പറയാറുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് 5 കൊല്ലമായിട്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ സൂചിപ്പിക്കും, നമുക്ക് പരിസ്ഥിതിനായിട്ട് ബന്ധപ്പെട്ടൊരു ആർട്ടിക്കിൾ കൊടുക്കാലോ, വീടിൻ്റെ മുമ്പിൽ ഇങ്ങനെ സംവിധാനം ഒരുക്കുമ്പോൾ നല്ലതല്ലേ എന്നുള്ള നിലയ്ക്ക് പറയുമ്പോഴും വേണ്ട പോലെ അത് വേണ്ട എന്നുള്ള നിലയ്ക്കാണ് പറയാറ്. അപ്പോൾ ഈ ഫോറസ്റ്റിഫിക്കേഷൻ്റെ പേരിൽ കൊടുക്കാമെന്നുള്ള നിലയ്ക്കൊരു ആർട്ടിക്കിൾ ഞാൻ കുറേ ചോദിച്ചതിന് ശേഷം തന്നു. അപ്പോൾ ഞാൻ തൃശ്ശൂർ സംസാരിച്ചപ്പോൾ അത് വീടിൻ്റെ മുമ്പിലൊരു സംവിധാനമായിട്ട് കൊടുത്താൽ മതി എന്നുള്ള നിലയ്ക്ക് പറഞ്ഞപ്പോൾ ഇന്നാണ് അത് ആദ്യമായിട്ട് ഞാൻ ഒരു ആർട്ടിക്കിളായിട്ട് കൊടുത്തത്. പത്രത്തിൽ നിന്ന് വന്നിട്ടുണ്ട്, മാതൃഭൂമി പത്രത്തിൽ വന്നിട്ടുണ്ട്. അത് അവരും അതാണ് കുറച്ചുകൂടി പ്രൊജക്റ്റ് ചെയ്യാന്നുള്ള നിലയ്ക്ക് സംസാരിച്ചപ്പോഴേ. അപ്പോൾ അത് പലരും ചെയ്യാറില്ല. നമ്മുടെ വീടിൻ്റെ മുമ്പിൽ ടൈലൊക്കെ ഇട്ട് നിരത്തി വയ്ക്കലല്ലാതെ ഒരു കാടിൻ്റെ സങ്കല്പത്തിലേക്ക് കൊണ്ടുവരൽ വളരെ അപൂർവം പേരാണ് ചെയ്യുക. അതൊരു ഭാരമായിട്ടോ അല്ലെങ്കിൽ ഒരു തടസ്സമായിട്ട് വരുന്നുള്ളൊരു തോന്നലാണ് അങ്ങനെ ചെയ്യാറുള്ളത്. അപ്പോൾ ഒരു വേറിട്ട പ്രൊജക്റ്റ് എന്നുള്ള നിലയ്ക്ക് അതൊന്ന് അവതരിപ്പിക്കപ്പെട്ടു. അപ്പോഴൊക്കെ എല്ലാ ഘട്ടത്തിലും പല പ്രാവശ്യവും ഈ കുട്ടികളുടെ വായനാശീലം പ്രോത്സാഹിപ്പിക്കാനുള്ള പദ്ധതികളിലൊക്കെ ഏർപ്പെട്ട് പറയുമ്പോഴും സത്താർക്ക് പിൻവാങ്ങി നിന്നിട്ട് ബാക്കിയുള്ളവരെ ചെയ്യട്ടെ എന്നുള്ള നിലയ്ക്കാണ് സംസാരിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു നിസ്വാർത്ഥമായ ഒരു നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സത്താർക്കും അവരുടെ കുടുംബത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. ഇതില്ലേ